പക്ഷെ നമുക്ക് ആ ഇമോഷൻസ് ഉണ്ടായിരുന്ന സീൻ അത് പിന്നെ ഒക്കെ പോരാ മംഗളായിട്ടില്ല, ക്ലാരിറ്റി ഇല്ല. പടം കണ്ടോ? ഫ്രഷാണ്. ഇന്നൊരു പടം കണ്ടിട്ടേ ഇല്ല. കുഴപ്പമില്ല, കൊള്ളാം. സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും അഭിനയിച്ച ദളപതി ഇറങ്ങിയിട്ട് 33 ഇന്ന് ചിത്രം വീണ്ടും റീ റിലീസിന് ചിത്രം കണ്ടിറങ്ങി വരുന്ന പ്രേക്ഷകരുടെ പ്രതികരണം നോക്കാം. പിന്നെ അത് കാണാൻ ഭയങ്കര ഒരു പുതിയ സിനിമകളുടെ ഫീലൊക്കെ തന്നെ ഉണ്ടോ? അതില്ല, പക്ഷെ നമുക്ക് ആ ഇമോഷൻസ് ഉണ്ടായിരുന്ന സീൻ അത് പിന്നെ മദർ സൺ സീൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ആൻഡ് ഇളയരാജ സോ ജസ്റ്റ് ആ സുന്ദരി കണ്ട ആ സോങ്ങിന്റെ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. ബാക്കി അന്നത്തെ ഇന്നത്തെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു? ടി വിയിലല്ലേ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ? സൗണ്ട്സ് ഒക്കെ അപ്പോൾ ഇങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസം തോന്നിയില്ല. പക്ഷേ കൊള്ളാം, എൻജോയ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. അല്ലല്ല, കുറേ വട്ടം യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, വേറെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് കണ്ട എക്സ്പീരിയൻസ് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ്. ഓർക്കെ പോരാ മംഗളായിട്ടില്ല, ക്ലാരിറ്റി ഇല്ല. പഴയ സിനിമ ആയതുകൊണ്ടായിരിക്കും. എന്നാലും ആ പഴയത് കാണാൻ നല്ല ഇതായിരുന്നു, അത്ര ഇതിലില്ല. ഭയങ്കര മംഗൽ, ഇരുട്ടി കിടക്കണ. ഇത് സൗണ്ട് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടോ? സൗണ്ടേ ഇല്ല, ക്ലാരിറ്റി ഇല്ല ഒട്ടും. പടം ഓക്കെ, പഴയ ത്രില്ലിങ് ഇതിലില്ല, ക്ലാരിറ്റി ഒട്ടും ഇല്ല. മംഗലായിട്ടിരിക്കുന്നു ഫുള്ളായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പടം കണ്ടത്. ഫ്രഷാണ്. ഇന്നൊരു പടം കണ്ടിട്ടേ ഇല്ല. കുഴപ്പമില്ല, കൊള്ളാം. കുറേ ഇപ്പോഴത്തെ കുറേ വെച്ച് നോക്കിയപ്പോൾ സെൻറ്റി ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് പാസ് സെൻറ്റിയൊക്കെ ഇപ്പോൾ ഞാൻ ഫ്രഷായിട്ട് ഞാൻ ഇന്ന് കണ്ടില്ല. ആകെ ആ പാട്ടേക്കാണ് വന്നത്. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇത് ഫുള്ള് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെയാണ് പണ്ട് റീമാസ്റ്റർ. പിന്നെ ഓഡിയോ റീമാസ്റ്റർ ആയിട്ടില്ല, ഇത് റീമാസ്റ്റഡ് അല്ല, വലിച്ചു കിട്ടി. കൊള്ളാം. എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയാലും കുഴപ്പമില്ല, ഒരു സാധാ പടം കാണുമല്ലോ. ഞാൻ ഫ്രഷായിട്ട് കണ്ടു. ഓക്കെ എക്സ്പീരിയൻസ് ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല, ഫുള്ളില്ല കാണാൻ.